നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റിയാസ് മൗലവി വധം കേളുകുട്ടെ സ്വദേശികളായ 3 പേർ പോലീസ് പിടിയിൽ. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റിയാസിന്റെ ഘാതകരെ അന്വേഷണ സംഘം പിടികൂടിയത് 3 ദിവസത്തിനുള്ളിൽ. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ഡോക്ടർ ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് അഭിമാന നിമിഷങ്ങൾ. എൻഡോസൾഫാൻ ദുരന്തബാധിതർക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാരിന്റെ 56 കോടി രൂപ. ഇരകൾക്കുള്ള നഷ്ടപരിഹാര തുകയുടെ 3ാം ഗഡു ഈ മാസം 30-ന് വിതരണം ചെയ്യും. കാസർഗോഡ് നഗരത്തിലെ പ്രധാന പൊതുമരാമത്ത് റോഡുകൾ നവീകരിക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി G. സുധാകരൻ. ബെദ്രഡ്ക ബെൽ ജംഗ്ഷനിൽ നവീകരിച്ച റോഡുകൾ മന്ത്രി നാടിനെ സമർപ്പിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കുമ്പള ചെറുകിട ജലസേചന വിഭാഗം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ വാഹനങ്ങളും ആവശ്യത്തിന് ജീവനക്കാരുമില്ല. വിവാദങ്ങൾ കെട്ടടങ്ങാത്ത കാസർഗോഡ് നഗരസഭയിൽ ശനിയാഴ്ച ബജറ്റ്. ജനകീയ ബജറ്റായിരിക്കും അവതരിപ്പിക്കുന്നതെന്ന് നഗരസഭ അധികൃതർ. വാർത്തകൾ വിശദമായി. റിയാസ് മൗലവി വധം കേളുകുട്ടെ സ്വദേശികളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന സംശയം നിലനിൽക്കെ കൊലപാതകത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചൂരിയിലെ മദ്രസ അധ്യാപകനായ റിയാസിനെ വെട്ടിക്കൊന്ന കേസിലാണ് 3 പേരെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. കേളുകുട്ടെ സ്വദേശികളായ നിതിൻ, അജേഷ്, അഖിലേഷ് എന്നിവരെയാണ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ഡോക്ടർ A. ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിന് ശേഷം നാട്ടിൽ നിന്നു കാണാതായ 2 പേരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പോലീസിന്റെ വലയിലായത്. നാട്ടിൽ നിന്ന് കാണാതായ 2 പേരും പ്രദേശത്തു തന്നെയുള്ള മറ്റൊരു പ്രതിയുമാണ് കൊലപാതകം നടത്തിയതെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ ADGP രാജേഷ് ദിവാന്റെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നതിന് ശേഷമാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ 3 പ്രതികളെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തിട്ട് ഇന്ന് കോടതി ഹാജരാക്കിയിട്ടുണ്ട്. ഈ ആൾക്കാരനെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് പിന്നെ ചോദ്യം ചെയ്യേണ്ടതായിരിക്കും. പിന്നെ എന്തെങ്കിലും പുതിയ വെളിപ്പെടുത്തലുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടതായിരിക്കും. തുടർന്ന് പ്രതികളെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ശേഷം കനത്ത സുരക്ഷയോടെ പോലീസ് ക്ലബ്ബിലെത്തിച്ചു. പതിവിന് വിപരീതമായി പ്രതികളുടെ വൈദ്യപരിശോധനയ്ക്കായി ഡോക്ടറെ പോലീസ് ക്ലബ്ബിലെത്തിച്ച് പരിശോധന നടത്തി. തുടർന്ന് ഉച്ചയ്ക്ക് 12:20 പ്രതികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പോലീസിന് വീഴ്ച പറ്റിയെന്ന് ഒന്നിലേറെ തവണ ആവർത്തിക്കേണ്ടി വന്ന ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന് അഭിമാനവും ആശ്വാസവും പകർന്നു നൽകുന്നതായിരുന്നു റിയാസ് മൗലവിയുടെ ഘാതകരുടെ അറസ്റ്റ്. കൊലയാളികൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുമടച്ച അന്വേഷണ സംഘം അഭിമാനകരമായ നേട്ടമാണ് കൈവരിച്ചത്. റിയാസ് മൗലവി പള്ളിയോട് ചേർന്നുള്ള താമസമുറിയിൽ വെട്ടേറ്റ് മരിച്ചത് മാർച്ച് 20-ന് അർദ്ധരാത്രിക്കായിരുന്നു. 21 ചൊവ്വാഴ്ച കാസർഗോഡ് നഗരം മദ്രസ അധ്യാപകന്റെ കൊലപാതകത്തിൽ ഞെട്ടിത്തെറിച്ചു നിൽക്കുന്നു. ഉടൻ തന്നെ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ ഹർത്താലും പ്രഖ്യാപിച്ചു. ഹർത്താലിലുണ്ടായ പ്രകോപനപരമായ സംഘർഷങ്ങളിൽ പോലീസ് ആത്മസംയമനം പാലിച്ചും കർശനമായ നടപടികൾ സ്വീകരിച്ചും 12 മണിക്കൂർ ക്രമസമാധാന പാലനത്തിന് നേതൃത്വം നൽകി. റിയാസിന്റെ മൃതദേഹം കാസർഗോഡ് എത്തിക്കാതെ ഇരിട്ടി വഴി ജന്മനാട്ടിലെത്തിച്ച പോലീസ് നടപടി നഗരത്തിൽ സംഘർഷം പടരാതിരിക്കുവാനുള്ള മികച്ച തീരുമാനം തന്നെയായിരുന്നു. കൊലപാതകം രൂക്ഷമായ സാമുദായിക പ്രശ്നത്തിന് വഴിവെക്കാനിടയുള്ള സാഹചര്യത്തിൽ പ്രതികളെ പിടികൂടാനായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് 24 മണിക്കൂറിനുള്ളിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചു. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ഡോക്ടർ A. ശ്രീനിവാസയ്ക്കായിരുന്നു അന്വേഷണ ചുമതല. അന്വേഷണ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് SP ശ്രീനിവാസയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഈ വേളയിലും പ്രതികൾക്കായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നു. ബുധനാഴ്ച രാവിലെയോടെ അന്വേഷണ സംഘം ചൂരിയിലെ മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദിലെത്തി തെളിവെടുപ്പ് നടത്തി. തുടർന്ന് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചും പ്രദേശത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുമുള്ള ഊർജിതമായ അന്വേഷണം. റിയാസിന്റെ ഘാതകരെ ഉടൻ പിടികൂടുമെന്ന് ബന്ധുക്കൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകിയത് ഇതിന് പിന്നാലെ തന്നെയായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ വർഗീയ ചുവയുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന ജില്ലാ പോലീസ് മേധാവിയുടെ അറിയിപ്പും ഇതിന് പിന്നാലെയെത്തി. എല്ലാം കൊണ്ടും പ്രദേശത്തെ സമാധാനാന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രതികളെ പിടികൂടേണ്ടത് പോലീസിന്റെ ആവശ്യം തന്നെയായിരുന്നു. ഈ ഉദ്യമത്തിൽ പോലീസ് വകുപ്പ് വിജയിക്കുകയും ചെയ്തു. ഒടുവിൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തു. രാഷ്ട്രീയ മുതലെടുപ്പിന് വഴിയൊരുക്കും വിധം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഊഹാപോഹങ്ങൾക്ക് പക്ഷേ അഴവ് വന്നിട്ടില്ല. സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും പ്രതികൾക്ക് ഏതെങ്കിലും സംഘത്തിന്റെ സഹായം ലഭിച്ചിരുന്നുവോ എന്ന കാര്യത്തിലും പോലീസിന്റെ ഭാഗത്തു നിന്നും വ്യക്തത ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സമാധാനം ആഗ്രഹിക്കുന്ന നാട്ടുകാരും.
ന്യൂസ് ഡെസ്ക് KCN. 2017-18 വർഷത്തേക്കുള്ള കാസർഗോഡ് നഗരസഭാ ബജറ്റ് മാർച്ച് 25-ന് നടക്കും. ജനകീയ ബജറ്റായിരിക്കും ഇത്തവണ നഗരസഭ അവതരിപ്പിക്കുന്നതെന്ന് നഗരസഭാ ഭരണസമിതി വ്യക്തമാക്കി. ജനകീയ ബജറ്റായിരിക്കും ഇത്തവണ നഗരസഭ അവതരിപ്പിക്കുക എന്ന് മുനിസിപ്പൽ വൈസ് ചെയർമാൻ LA മെഹമ്മൂദ് പറഞ്ഞു. 16 പദ്ധതി വിഹിത മേഖലകൾ വേർതിരിച്ച് ഫണ്ട് വിതരണം നടത്തുന്നതിലൂടെ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണമുള്ള ഫണ്ട് വിതരണം കാര്യക്ഷമമായി തന്നെ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന ഫണ്ട് ഇത്തവണ 10% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് അടിസ്ഥാന വിഭാഗത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നതായും എല്ലാവർക്കും പ്രാതിനിധ്യം നൽകിയിട്ടുള്ള വികസന പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളതെന്നും എല്ലാവർക്കും വികസനം, എല്ലാ മേഖലയിലും വികസനം എന്നതാണ് ഇത്തവണത്തെ ബജറ്റിന്റെ സവിശേഷതയെന്നും നഗരസഭാ വൈസ് ചെയർമാൻ KCN ന്യൂസിനോട് പറഞ്ഞു. എല്ലാവർക്കും വികസനം, എല്ലാ മേഖലകൾക്കും വികസനം എന്നീ ആശയങ്ങൾ ഊന്നിക്കൊണ്ടാണ് നാളത്തെ ബജറ്റ് അവതരിപ്പിക്കുവാൻ പോകുന്നത്. മുനിസിപ്പാലിറ്റിയുടെ പല മേഖലകളെയും അതിൻ്റെ ഉന്നമനത്തിനായി ബജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് കാസർഗോട്ടുകാർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നതും കാസർഗോട്ടുകാർ പ്രതീക്ഷിക്കുന്നതുമായ ഒരു ബജറ്റായിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സർക്കാർ ഫണ്ട് ചിലവഴിക്കുമ്പോൾ പദ്ധതി വിഹിതമായി നീക്കിവെക്കുന്ന തുക അതത് മേഖലകളിൽ മാത്രമേ ചിലവഴിക്കുവാൻ പാടുള്ളൂ എന്ന നിബന്ധന മിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പദ്ധതികളെ അവതാളത്തിലാക്കുന്നുണ്ട്. ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ മിച്ചം വരുന്ന തുക ഫണ്ട് ആവശ്യമുള്ള മറ്റൊരു പദ്ധതിക്ക് ചിലവഴിക്കാൻ പാടില്ലെന്ന സർക്കാർ നിലപാട് ശാസ്ത്രീയമായി പുനർനിർമ്മിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണം. ന്യൂസ് ഡെസ്ക് KCN. നഗരത്തിലെ പ്രധാന പൊതുമരാമത്ത് റോഡുകൾ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് സേഫ്റ്റി ഫണ്ട് ബോർഡ് രൂപീകരിക്കുമെന്ന് മന്ത്രി G. സുധാകരൻ. ബെദ്രഡ്ക ബെൽ ജംഗ്ഷനിൽ നവീകരിച്ച റോഡുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയുള്ള ദുസ്സഹമായ യാത്രയ്ക്ക് ആശ്വാസം പകരുമെന്ന സന്തോഷ വാർത്തയുമായാണ് പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ ബെദ്രഡ്ക ബെൽ ജംഗ്ഷനിലെ നവീകരിച്ച നീർച്ചാൽ ശിരിബാഗലു ബെൽ കമ്പാർ റോഡിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയിലെത്തിയത്. സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലെ റോഡുകളുടെ നവീകരണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിലെ റോഡ് നവീകരണ പണികൾ പൂർത്തിയായാലുടൻ തന്നെ വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കാസർഗോഡ്, ഇടുക്കി, വയനാട്, പത്തനംതിട്ട ജില്ലകളിലെ റോഡുകൾ നവീകരിക്കുമെന്നാണ് മന്ത്രിയുടെ ഉറപ്പ്. 2018-19 ആകുമ്പോൾ കാസർഗോഡ് നഗരം അതായത് മുനിസിപ്പൽ ഏരിയയിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം റോഡ് ഫണ്ട് ബോർഡിനെ കൊണ്ട് ഏറ്റെടുത്ത് നവീനമായത് അത് ചെയ്യണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്, കോഴിക്കോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങൾ വലിയ തരത്തിൽ തഴയപ്പെട്ടിരുന്ന ജില്ലകളാണ്, പ്രധാന ജില്ലകളാണെങ്കിലും ആലപ്പുഴ, കണ്ണൂർ തുടങ്ങിയ ജില്ലകൾ. അവിടെ സമഗ്ര റോഡ് വികസനത്തിനുള്ള പ്രപ്പോസൽ ഇപ്പോൾ ക്യാബിനറ്റിലേക്ക് വരികയാണ്. അത് കഴിഞ്ഞാൽ കാസർഗോഡ്, ഇടുക്കി, വയനാട്, പത്തനംതിട്ട തുടങ്ങിയ വികസനപരമായി പിന്നോക്കം കിടക്കുന്ന ജില്ലകളിലെ തലസ്ഥാനങ്ങൾ എല്ലാ PWD റോഡുകളും വളരെ മനോഹരമായി ചെയ്ത് 15 വർഷക്കാലത്തെ കോൺട്രാക്റ്റാണ് കൊടുക്കുന്നത്. ആ 15 വർഷം അതിൻ്റെ എല്ലാ തരത്തിലുള്ള കേടുപാടും അദ്ദേഹം തന്നെ ചെയ്യും. ജില്ലയുടെ വികസനത്തിന് സർക്കാർ പ്രധാന പരിഗണന നൽകുമെന്നും മഴക്കാലത്തിന് മുമ്പ് തന്നെ തകർന്ന റോഡുകളിൽ അറ്റകുറ്റപ്പണി നടത്തുമെന്നും ജില്ലയിലെ എസ്റ്റിമേറ്റ് എടുത്ത് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. നവീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിക്കൊപ്പം NA നെല്ലിക്കുന്ന് MLA, AGC ബഷീർ, CH മുഹമ്മദ് കുഞ്ഞി തുടങ്ങി നിരവധി പ്രമുഖരും ഒത്തുചേർന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകാനുള്ള നഷ്ടപരിഹാര തുകയുടെ 3ാം ഗഡു ഈ മാസം 30-ന് വിതരണം ചെയ്യും. ഇതിനായി 56.76 കോടി രൂപ മന്ത്രിസഭ അനുവദിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുവാനുള്ള കുടിശ്ശിക ഏപ്രിൽ 10-നകം നൽകണമെന്നായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശം. ഫെബ്രുവരി 21-ന് ചേർന്ന എൻഡോസൾഫാൻ സെൽ പ്രത്യേക യോഗമാണ് കുടിശ്ശിക വിതരണത്തിനുള്ള നടപടി സ്വീകരിച്ചത്. ദുരിതബാധിതർക്ക് പ്രത്യേക സഹായം അനുവദിക്കുവാനുള്ള മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 147.53 കോടി നീക്കിവെച്ചിരുന്നു. ഇതിൽ നിന്നാണ് തുക നൽകുക. ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെട്ട പൂർണ്ണമായും കിടപ്പിലായവർക്കും ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്കും മരിച്ചവരുടെ ആശ്രിതർക്കും 5 ലക്ഷം രൂപ വീതം ഗഡുക്കളായി നൽകുവാനാണ് തീരുമാനം. ശാരീരിക വൈകല്യമുള്ളവർ, അർബുദ രോഗികൾ എന്നിവർക്ക് 3 ലക്ഷം രൂപ വീതവും നൽകും.
ആദ്യ ഗഡുവായി 46.125 കോടിയും രണ്ടാം ഗഡുവായി 44.645 കോടിയും നൽകി. ഇപ്പോൾ അനുവദിച്ച 56.76 കോടിയിൽ നിന്ന് പൂർണ്ണമായും കിടപ്പിലായ 257 പേർക്ക് 2 ലക്ഷം രൂപ വീതം നൽകും. മാനസിക വെല്ലുവിളി നേരിടുന്ന 1161 പേർക്ക് 2 ലക്ഷം രൂപ ലഭിക്കും. ശാരീരിക വൈകല്യം ബാധിച്ച 985 പേർക്കും ക്യാൻസർ രോഗികളായ 437 പേർക്കും 1 ലക്ഷം രൂപ വീതം നൽകുവാനാണ് തീരുമാനം. മരിച്ച 750 പേരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ വീതമാണ് നൽകുക. ന്യൂസ് ഡെസ്ക് KCN. ആവശ്യത്തിന് ജീവനക്കാരും വാഹനവുമില്ലാതെ ചെറുകിട ജലസേചന വിഭാഗം. കുമ്പള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയമാണ് ജീവനക്കാരുടെ അഭാവം മൂലം വീർപ്പുമുട്ടുന്നത്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ റോഡിന് സമീപത്തുള്ള വാടക കെട്ടിടത്തിലാണ് കഴിഞ്ഞ 10 വർഷമായി ചെറുകിട ജലസേചന വിഭാഗം ഓഫീസ് പ്രവർത്തിക്കുന്നത്. ചെക്ക് ഡാമുകളുടെയും തടയണകളുടെയും നിർമ്മാണവും പരിപാലനവും മറ്റുമാണ് ഈ വിഭാഗത്തിൽ പ്രധാനമായും നടക്കുന്നത്. 8 പഞ്ചായത്തുകളിലായി ഏകദേശം 22ഓളം സ്കീമുകളാണ് ഇതിന് കീഴിൽ വരുന്നത്. വിദൂര പ്രദേശങ്ങൾ ഉൾപ്പെടെ ജോലി ആവശ്യങ്ങൾക്കായി എത്തിച്ചേരണമെങ്കിൽ വാഹനം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. കാലപ്പഴക്കം മൂലം ഉപയോഗശൂന്യമായതിനാൽ ഓഫീസ് ആവശ്യത്തിനായി മുൻപ് ഉപയോഗിച്ചിരുന്ന വാഹനം ലേലം ചെയ്തിരുന്നു. പിന്നീട് ഇതുവരെ വാഹനം ലഭ്യമായിട്ടില്ല. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഒഴിവിലേക്ക് ആളെ നിയമിച്ചിട്ടില്ലാത്തതിനാൽ കാസർകോട്ടെ ഓഫീസിന്റെ ചുമതലയുള്ള എഞ്ചിനീയർക്ക് അധിക ചുമതല നൽകിയിരിക്കുകയാണ്. ഇവിടെയുള്ള ആൾക്കാരെല്ലാം പൊതുവെ കാസർഗോഡിന് അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. അതിനുമല്ല ദൂര ട്രെയിൻ മുഖേനയാണ് ഇവിടെയുള്ള എത്തിപ്പെടുന്നത്. അതിൻ്റെ അസൗകര്യവും ഇവിടുത്തെ ആൾക്കാർ ഡിലേ ആകാനും ഓഫീസിലെത്താനും പിന്നെ ഇതിൻ്റെ അണ്ടറിൽ ക്വാർട്ടേഴ്സും മറ്റു കാര്യങ്ങളുണ്ട്. കാസർഗോഡ് ഡെവലപ്മെൻറ്റ് പാക്കേജിൻ്റെ കുറേ വർക്കുകളുണ്ട്. അതിലെല്ലാം കാര്യക്ഷമത വേണമെങ്കിൽ AEDയും ICDയും ഒഴിവുകൾ നടത്തുന്നു. ഓഫീസിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഭൂരിഭാഗവും പരമ്പരാഗത കാർഷിക മേഖലയാണ്. കൊടും വരൾച്ച മൂലം ജനങ്ങൾ ഏറെ ദുരിതത്തിലായിരിക്കുകയാണ്. അതേസമയം ജില്ലയിൽ LD ക്ലർക്ക് ഉൾപ്പെടെ മിക്ക തസ്തികകളുടെയും റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. എന്നാൽ ചെറുകിട ജലസേചന വിഭാഗം ഓഫീസ് ഉൾപ്പെടെ ജീവനക്കാരില്ലാതെ വലയുമ്പോഴും നിയമനം നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന പരാതിയും വ്യാപകമാകുന്നതായാണ് ആരോപണം. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സർക്കസിന്റെ അവിസ്മരണീയ കാഴ്ചകൾ കാസർഗോഡിന് മണ്ണിലെത്തിച്ച് ഗ്ലോബൽ സർക്കസ്. നൂതന കലാസൃഷ്ടിയുടെ പ്രദർശനത്തിന് തുടക്കമായി. ഇന്ത്യയിലെയും വിദേശത്തെയും പ്രശസ്ത കലാകാരന്മാരാണ് സർക്കസിൽ അണിനിരക്കുന്നത്. വിസ്മയ കാഴ്ചകളുടെ വിരുന്നൊരുക്കി ഗ്ലോബൽ സർക്കസ് കാസർഗോട്ടെത്തി. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഗ്രൗണ്ടിലാണ് പ്രദർശനം ആരംഭിച്ചത്. ദിവസേന 3 പ്രദർശനങ്ങളാണ് നടക്കുന്നതെന്നും സാരി ബാലൻസ്, ബാസ്ക്കറ്റ് ഡാൻസ്, ഫയർ ഡാൻസ് തുടങ്ങി നിരവധി ഇനങ്ങളാണ് പ്രദർശനത്തിനുള്ളതെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇവിടെ നമ്മൾ ടാൻസാനിയയിൽ നിന്നും ഒരു കോണ്ടോഷൻ എന്ന കലയിൽ ഒരു ഗോൾഡ് മെഡലൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു കക്ഷിയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. പിന്നെ മറ്റ് സർക്കസുകളിൽ നിന്നും ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഐറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു സ്പൈഡർ റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം, സ്കൈ വോക്ക് എന്ന് പറഞ്ഞുള്ള സംഭവം, അങ്ങനെ പല ഇതുവരെ എവിടെയും കാണാത്ത കാണാത്ത ഐറ്റങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ലാ ക്ഷീര കർഷക സംഗമത്തോടനുബന്ധിച്ച് റീജിയണൽ ഡയറി ലാബോറട്ടറി ഉദ്ഘാടനം ക്ഷീര വികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജു നിർവഹിച്ചു. സംഗമത്തോടനുബന്ധിച്ച് കന്നുകാലി പ്രദർശനവും ക്ഷീരസംഘം കെട്ടിടോദ്ഘാടനവും ശനിയാഴ്ച നടക്കും. മിൽമയാണ് പാലിൻ്റെ വില നിശ്ചയിക്കുന്നത്, ഗവൺമെന്റ് അല്ല. എന്നാൽ ക്ഷീരകർഷക പാർലമെന്റിൽ ഉയർന്നു വന്ന ആവശ്യം ക്ഷീരകർഷകന് അല്പം കൂടെ ആദായകരമായി വില ലഭിക്കണം എന്നുള്ളതാണ്. ക്ഷീരകർഷകന്റെ ജോലി നമുക്കറിയാം, എനിക്കറിയാം, ഭംഗിയായിട്ട് അറിയാം, ഇവിടെ ഇരിക്കുന്ന ക്ഷീരകർഷകർക്കും അറിയാം. എത്ര പേർക്ക് അതറിയാം എന്നെനിക്കറിഞ്ഞൂടാ. നെല്ലിക്കുന്ന് MLAക്ക് അറിയാമോ ഒന്നും എനിക്കറിഞ്ഞൂടാ. ഒരു ക്ഷീരകർഷക 2 പശുക്കളെ വളർത്തുന്ന ഒരു ക്ഷീരകർഷകയുടെ വീട്ടിൽ അല്ലെങ്കിൽ കർഷകന്റെ വീട്ടിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. മിൽമയ്ക്ക് കഴിഞ്ഞ വർഷവും 63 കോടി രൂപ ലാഭമുണ്ട്. ക്ഷീരസംഘങ്ങൾ നഷ്ടത്തിൽ നിൽക്കുമ്പോൾ, ക്ഷീര കർഷകർ ഈ പറയുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ മിൽമ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കഴിഞ്ഞ 2015-16 വർഷം 63 കോടി രൂപ ലാഭം. പഠനയാത്രയിൽ വ്യത്യസ്ത അനുഭവവുമായി GLP സ്കൂൾ തളങ്കര പടിഞ്ഞാർ. എൻ്റെ സ്കൂൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കൂട്ടായ്മയിലാണ് സ്കൂൾ കുട്ടികളുടെ വിനോദയാത്ര ഇത്തവണ സംഘടിപ്പിച്ചത്.
സ്കൂൾ PTA വിനോദയാത്ര തീരുമാനിച്ചപ്പോൾ നിശ്ചയിച്ച തുക നൽകാൻ സാധിച്ചത് 5 കുട്ടികൾക്ക് മാത്രം. സാമ്പത്തിക പ്രയാസം നിമിത്തം പല രക്ഷാകർത്താക്കളും കുട്ടികളെ അയക്കാൻ പ്രയാസപ്പെട്ടു. വിനോദയാത്ര പോകണമെന്ന ആശയവും ആവേശവും കുട്ടികളുടെ മുഖത്തും. ഈ വിഷമഘട്ടത്തിലാണ് സ്കൂൾ അധ്യാപകർ ഈ അവസ്ഥ എൻ്റെ സ്കൂൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലിട്ടത്. പിന്നീട് സഹായ പ്രവാഹമായിരുന്നു. 16 വ്യക്തികൾ ചേർന്ന് 25,000 രൂപയോളമാണ് സഹായധനമായി സ്കൂളിൽ ഏൽപ്പിച്ചത്. എൻ്റെ സ്കൂൾ സ്നേഹ കൂട്ടായ്മ എന്ന ബാനറിൽ നടന്ന വിനോദയാത്ര അസ്ലം പടിഞ്ഞാർ കുട്ടികൾക്ക് മധുര പലഹാര കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് ഫ്ലാഗ് ഓഫ് ചെയ്തു. മുഹമ്മദ് PV, ഫിറോസ് പടിഞ്ഞാർ, ഫൈസൽ തളങ്കര, ഹെഡ്മിസ്ട്രസ് പുഷ്പവതി എന്നിവർ യാത്രയയപ്പ് യോഗത്തിൽ സംസാരിച്ചു. വിവിധ ക്ലബ്ബുകളും വ്യക്തികളും കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി. രക്ഷകർത്താക്കളടക്കം നിരവധി നാട്ടുകാർ യോഗത്തിലെത്തി. ബക്കളം ദാമോദരൻ്റെ ഭൂമിജാതകം എന്ന നോവൽ കാസർഗോഡ് പബ്ലിക് സർവൻസ് സാഹിത്യ അവാർഡിന് അർഹമായി. കാസർഗോഡ് സംഘം ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ തമിഴ് നാടക നടനും സംവിധായകനുമായ ഡോക്ടർ M. രാമസ്വാമി അവാർഡ് സമർപ്പണം നടത്തി. കാസർഗോഡ് പബ്ലിക് സർവൻസ് സഹകരണ സംഘം ഏർപ്പെടുത്തിയ പബ്ലിക് സർവൻസ് സാഹിത്യ അവാർഡിന് ബക്കളം ദാമോദരൻ്റെ ഭൂമിജാതകം എന്ന നോവൽ അർഹമായി. കാസർഗോഡ് സംഘം ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ തമിഴ് നാടക നടനും സംവിധായകനുമായ ഡോക്ടർ M. രാമസ്വാമി ബക്കളം ദാമോദരന് അവാർഡ് സമർപ്പിച്ചു. இந்த கட்டடம் என்பது அவர்களுடைய ஆத்மார்த்தமான உழைப்பின் சாதாரணமாகத்தான் தோன்றுகிறது. நீங்கள் கொடுத்து வைத்தவர்கள். எங்களுக்கு இது போன்ற வாய்ப்புகள் எல்லாம் நான் கடந்து வந்திருக்கவில்லை. அல்லது ஒரு வேலை நாளில் വ്യാഴക്കിഴமை TK രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗോപിനാഥ് കോഴിക്കോട് മുഖ്യാതിഥിയായി. രാഘവൻ വെള്ളിപ്പാടി, നാരായണൻ പേരിയ, സുറാബ് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. എൻ്റെ മഞ്ചേശ്വരം ശുചിത്വ മഞ്ചേശ്വരം ടെലിഫിലിമിന് തുടക്കമായി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ടെലിഫിലിം നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം കന്നഡ സിനിമാ താരം മുഖ്യമന്ത്രി ചന്ദ്രു നിർവഹിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ടെലിഫിലിം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. എൻ്റെ മഞ്ചേശ്വരം ശുചിത്വ മഞ്ചേശ്വരം എന്ന ശീർഷകത്തെ അടിസ്ഥാനമാക്കിയാണ് ടെലിഫിലിം നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പ്രശസ്ത കന്നഡ സിനിമാ താരം മുഖ്യമന്ത്രി ചന്ദ്രു ഉദ്ഘാടനം ചെയ്തു. ಬೇರೆ ರಾಜ್ಯದ ಈ ಭಾಗದಲ್ಲಿರುವ ಮಾತೃಭಾಷಿಕರು ಈ ಭಾಗದ ಆ ಮಾತೃಭಾಷಿಕರೇ ಅತಂತ್ರವಾದ ಪರಿಸ್ಥಿತಿ ನಿರ್ಮಾಣ ಆಗುತ್ತೆ. ಅದು ಈಗಲೂ ಇದೆ, ಅದಿಲ್ಲ ಅಂತ ಹೇಳಕ್ಕಲ್ಲ. ನಿಮ್ಮ ಗಟ್ಟಿತನದ ನಿಮ್ಮ ಧೈರ್ಯದ ಹೋರಾಟದಲ್ಲಿ ಬದುಕ್ತಿರುವಾಗ ನಮ್ಮೆಲ್ಲರಿಗಿಂತ ಶಕ್ತಿ ಜಾಸ್ತಿ ಇದೆ. ಹಾಗಾಗಿ ನಿಮ್ಮ ಕೈ ಜೋಡಿಸ್ತಕ್ಕಂಥದ್ದು ನಮ್ಮ ಆದ್ಯ ಕರ್ತವ್ಯ. ಹಾಗಾಗಿ ಎರಡೂ ಸರ್ಕಾರಗಳಿಗೆ ವಿಶೇಷವಾದ ಅಭಿನಂದನೆಯನ್ನು ಯಾಕೆ ಮಾಡ್ತೀವಿ ಅಂದರೆ, ರಾಷ್ಟ್ರ ಕವಿಗಳ ಜಾಗವನ್ನ ಉದ್ಧಾರ ಬೆಳವಣಿಗೆ ಮಾಡೋ ದೃಷ್ಟಿಯಲ್ಲಿ ಒಂದು ಸಂಸ್ಥೆ ಮಾಡಿ ಅಲ್ಲಿನ ಆರ್ಥಿಕ ಸಮಸ್ಯೆ ಪರಿಹಾರ, ಇಲ್ಲಿನ ಆರ್ಥಿಕ ಪರಿಹಾರ ಕೊಡ್ತಾ ಇದ್ದೀರಾ. ಹಾಗಾಗಿ ಬಹಳ ಇದು ನಮ್ಮಲ್ಲಿ ಸೌಹಾರ್ದತೆಯನ್ನು ಬರಬೇಕಾಗಿದೆ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. മുസ്തഫ ഉദ്യാവാര, മമത ദിവാകർ, KR ജയാനന്ദ, നിർമ്മാതാവ് മനോജ് കാനം തുടങ്ങിയവർ സംബന്ധിച്ചു. നീലേശ്വരത്ത് റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലം കിഴക്ക് ഭാഗത്തേക്ക് നീട്ടുന്നതിനുള്ള വഴി തെളിഞ്ഞു. നീലേശ്വരം നഗരസഭ പ്രാരംഭ പ്രവർത്തനത്തിനുള്ള സെൻറ്റേജ് തുക റെയിൽവേക്ക് നൽകി. യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷന്റെ കിഴക്ക് ഭാഗത്തുള്ള യാത്രക്കാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് സാക്ഷാത്കരിക്കാൻ വഴി തെളിയുന്നത്. 1-2 പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ചുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് കിഴക്ക് ഭാഗത്തേക്ക് നീട്ടി നിർമ്മിക്കാനായിരുന്നു ഇവരുടെ ആവശ്യം. നേരത്തെ ഇത് സംബന്ധിച്ച് പേരോൾ വികസന സമിതി റെയിൽവേ അധികൃതർക്ക് നൽകിയ നിവേദനം റെയിൽവേ അവഗണിക്കുകയായിരുന്നു. പിന്നീട് P. കരുണാകരൻ MP വഴി നൽകിയ കത്തിൽ ആവശ്യമായ തുക അടച്ചാൽ നിർമ്മിക്കാമെന്ന റെയിൽവേ മറുപടി നൽകി. ഇപ്പോൾ പുതുതായി നിർമ്മിക്കേണ്ടതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ, സ്കെച്ച് എന്നിവ ഉൾപ്പെടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി നഗരസഭ 1,20,000 രൂപ റെയിൽവേക്ക് കൈമാറി. ഏറെ ജനോപകാരപ്രദമായ ഒരു കാര്യത്തിൽ സാങ്കേതികമായ മറ്റ് തടസ്സങ്ങളൊന്നും ഒരു വിഷയമാക്കണ്ട എന്ന് വിചാരിച്ച് നീലേശ്വരം നഗരസഭ ആ തുക ഒടുക്കിക്കഴിഞ്ഞു. പിന്നെ നമ്മുടെ റെയിൽവേക്ക് ആ തുക കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിന് ഈ റെയിൽവേ മേൽപ്പാലം കിഴക്ക് ഭാഗത്തേക്ക് ഒന്നുകൂടി നീട്ടുന്നതിനുള്ള സാധ്യതകൾ ഏറെ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് സന്തോഷത്തോടെ നീലേശ്വരം നഗരസഭയിലെ കൗൺസിലർമാരായ ഞങ്ങൾ നോക്കിക്കാണുന്നത്. മേൽപ്പാലത്തിൻ്റെ നിർമ്മാണത്തിനായി ഏതാണ്ട് 90 ലക്ഷം രൂപയോളം ആവശ്യമാകുമെന്നാണ് കണക്ക്. ഇത് MP MLA ഫണ്ട് വഴി കണ്ടെത്താനാണ് ശ്രമം.
നഗരസഭയുടെ സഹകരണവും ഇക്കാര്യത്തിലുണ്ടാകും. കിഴക്കൻ ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ സ്റ്റേഷനിലെത്താൻ വലിയ പ്രയാസമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. FCI ഗോഡൌണിലേക്ക് ചരക്കുമായി വന്നു നിൽക്കുന്ന ഗുഡ്സ് ട്രെയിൻ പാളം കടന്നാണ് യാത്രക്കാർ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഈ പാളത്തിൽ മിക്ക സമയവും ഗുഡ്സ് ട്രെയിൻ ഉണ്ടാകുമെന്നിരിക്കെ അപകടകരമായ രീതിയിലാണ് മറുവശം കടക്കുന്നത്. നിരവധി തവണ ഇവിടെ അപകടം സംഭവിച്ചിട്ടുണ്ട്. നഗരസഭയുടെ പുതിയ നീക്കത്തെ സന്തോഷത്തോടെയാണ് കിഴക്കൻ മേഖലയിലെ യാത്രക്കാരും പേരോൾ വികസന സമിതി ഭാരവാഹികളും വരവേൽക്കുന്നത്. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിന് പുതിയ രാഷ്ട്രീയ സമവായം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്ന് CPI ദേശീയ കൗൺസിൽ അംഗം CN ചന്ദ്രൻ പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന CK ചന്ദ്രപ്പൻ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാവ്യ ഭീകരതയെ ചെറുക്കുന്നതിന് ജാതിമത വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തേണ്ട കാലമാണ് വരുന്നതെന്ന് CN ചന്ദ്രൻ പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന CK ചന്ദ്രപ്പൻ ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ തരത്തിലും കേരളത്തിലും ഇന്ത്യയിലും ഇവിടെ പാർട്ടി സെക്രട്ടറി എന്നുള്ള ദൗത്യം നിർവഹിക്കുമ്പോഴും അദ്ദേഹം വളരെ നന്നായി കേരളത്തിലാകെ ഓടി നടന്ന് സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് മാരകമായ രോഗം അദ്ദേഹത്തെ കടന്നാക്കുന്നത്. രോഗത്തിനിടയിലും ഈ രോഗത്തെ കീഴ്പ്പെടുത്തും എന്നുള്ള ആത്മവിശ്വാസത്തോടെ രോഗത്തെ പോസാതെ പാർട്ടി മുന്നണി പരിപാടികളിലെല്ലാം അദ്ദേഹം പങ്കെടുക്കുന്നു. വടക്കേ ഇന്ത്യയിലുണ്ടായ BJPയുടെ വിജയം ഒന്നിച്ചു നിൽക്കേണ്ട ശക്തികൾ പരസ്പരം മത്സരിച്ചതിന്റെ ഫലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CK ബാബുരാജ് അധ്യക്ഷനായി. M അസ്നാർ, A തമ്പാൻ, V കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. A ദാമോദരൻ സ്വാഗതം പറഞ്ഞു. മലയോരങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള പ്രശ്നം കൂടുതൽ രൂക്ഷമായി. പ്രാപ്പയിൽ, നെല്ലിക്കുളം, എയ്യൻകല്ല് എന്നീ പ്രദേശങ്ങളിലാണ് നിരവധി കുടുംബങ്ങൾ വെള്ളം കിട്ടാതെ വിഷമം അനുഭവിക്കുന്നത്. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ രൂക്ഷമാണ് ഇത്തവണ കുടിവെള്ള പ്രശ്നം. ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപ്പോയിൽ, നെല്ലിക്കുളം, എയ്യൻകൽ പ്രദേശത്തും സ്ഥിതി വ്യത്യസ്തമല്ല. കിണറുകളിൽ വെള്ളം ഇല്ലാതായി കഴിഞ്ഞു. തോടുകൾ വറ്റി വരണ്ടു. കുടിവെള്ളത്തിനായി പ്രദേശത്തെ ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ്. തോട്ടിൽ കുഴികൾ ഉണ്ടാക്കി അതിൽ നിന്നാണ് ഇപ്പോൾ വെള്ളം ശേഖരിക്കുന്നത്. അത് തന്നെ എത്ര കാലത്തേക്കെന്ന് നിശ്ചയമില്ല. എൻ്റെ പ്രദേശത്തിൻ്റെ ഒരു ഗതിയാണ് എൻ്റെ ഈ പുറകിൽ കാണുന്ന തോട്. വറ്റി വരണ്ട്, ആർക്കും വെള്ളമില്ലാതെ ഓരോരോ കുടുംബത്തിന് ഓരോരോ കുഴി, അതിൽ ഓരോരോ പാട്ട കപ്പ് കൊണ്ടിങ്ങനെ ഇപ്പം ഈ കുട്ടി കോരുന്ന പോലെ കോരിയിട്ട് കുളിച്ചോളുക. കിണറിലെല്ലാം വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരാഴ്ച പോയാൽ കടും വരൾച്ചയും ദാഹജലം പോലും ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് ചെറുപുഴ പഞ്ചായത്ത് 15-ാം വാർഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. വേനൽ കൂടുതൽ രൂക്ഷമാകുമ്പോൾ വെള്ളം എങ്ങനെ കണ്ടെത്തുമെന്ന് ഇവിടുത്തെ കുടുംബങ്ങൾക്കറിയില്ല. മുൻകാലങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള കുടിവെള്ള പ്രശ്നം ഇവിടുത്തെ നാട്ടുകാർ അനുഭവിച്ചിട്ടില്ല. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ഇവരുടെ ജീവിതം ദുരന്തത്തിലാകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റിയാസ് മൗലവി വധം കേളുകുണ്ടെ സ്വദേശികളായ 3 പേർ പോലീസ് പിടിയിൽ. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റിയാസിന്റെ ഘാതകരെ അന്വേഷണ സംഘം പിടികൂടിയത് 3 ദിവസത്തിനുള്ളിൽ. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ഡോക്ടർ ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് അഭിമാന നിമിഷങ്ങൾ. എൻഡോസൾഫാൻ ദുരന്ത ബാധിതർക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാരിന്റെ 56 കോടി രൂപ. ഇരകൾക്കുള്ള നഷ്ടപരിഹാര തുകയുടെ 3ാം ഗഡു ഈ മാസം 30-ന് വിതരണം ചെയ്യും. കാസർഗോഡ് നഗരത്തിലെ പ്രധാന പൊതുമരാമത്ത് റോഡുകൾ നവീകരിക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി G സുധാകരൻ. ബദ്രടുക്ക ബെൽ ജംഗ്ഷനിൽ നവീകരിച്ച റോഡുകൾ മന്ത്രി നാടിനെ സമർപ്പിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കുമ്പള ചെറുകിട ജലസേചന വിഭാഗം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ വാഹനങ്ങളും ആവശ്യത്തിന് ജീവനക്കാരുമില്ല. വിവാദങ്ങൾ കെട്ടടങ്ങാത്ത കാസർഗോഡ് നഗരസഭയിൽ ശനിയാഴ്ച ബജറ്റ്. ജനകീയ ബജറ്റായിരിക്കും അവതരിപ്പിക്കുന്നതെന്ന് നഗരസഭ അധികൃതർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.